الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ എല്ലാം ഈ ലോകത്തെയും പരലോകത്തെയും സന്തോഷത്തിനും സമാധാനത്തിനും വിജയത്തിനും വേണ്ടിയാണ്. ഈ പ്രപഞ്ചം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആകാശവും ഭൂമിയും അതിലെ സകല വസ്തുക്കളും. അതിൽ വളരെ എണ്ണം കുറഞ്ഞ ഒരു സൃഷ്ടിയാണ്, ജീവിയാണ് മനുഷ്യർ. മനുഷ്യരെക്കാളേറെ എണ്ണമുള്ള മറ്റു ജീവജാലങ്ങൾ ഭൂമുഖത്തുണ്ട്. മനുഷ്യരെക്കാൾ വർഷങ്ങൾ, അവരുടെ ആയുസ്സിനേക്കാൾ വർഷങ്ങൾ ജീവിക്കുന്ന ജീവികളുണ്ട്. മനുഷ്യനേക്കാൾ ശക്തിയുള്ള ജീവികളുണ്ട്. എല്ലാ നിലക്കും കഴിവ് കൂടുതലുള്ള മറ്റ് ജീവികളുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത്, മനുഷ്യൻ മാത്രമാണ് ബുദ്ധി കൊണ്ട്, വിശേഷ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ഒരു സൃഷ്ടി വിഭാഗമാണ് മനുഷ്യൻ. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം ചെയ്യണം ചെയ്യരുത് എന്നതിന് വ്യവസ്ഥയും നിയമങ്ങളും അള്ളാഹു നൽകി. അമ്പിയാക്കന്മാരിലൂടെ, കിതാബുകളിലൂടെ, ഏടുകളിലൂടെ അത് വിവിധ കാലങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ അള്ളാഹു തആല അത് എത്തിക്കുകയും ചെയ്തു. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടുകൂടി പ്രവാചക പരമ്പര അവസാനിച്ചു. അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗരേഖയായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയും ചെയ്തു. ആ ഖുർആനിൻ്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തത്, നടപ്പിലാക്കിയത്, അത് ദീനിൻ്റെ പ്രമാണമാക്കപ്പെടുകയും ചെയ്തു. ഈ ഭൂമിയോട് ചേർന്ന് ജീവിക്കുന്ന പ്രകൃതമാണ് മനുഷ്യനുള്ളത്. മനുഷ്യൻ്റെ ശരീരം ഈ പ്രപഞ്ചത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അത് തമ്മിലൊരു പാരസ്പര്യമുണ്ട്. ലോകത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിലൊരു പാരസ്പര്യമുണ്ട്, പരസ്പരമുള്ള ഒരു ബന്ധം, ഒന്നും മറ്റൊന്നും തമ്മിൽ. ജീവികളും സസ്യങ്ങളും തമ്മിൽ, മനുഷ്യരും സസ്യങ്ങളും, ആകാശവും ഭൂമിയും തമ്മിലൊക്കെയുള്ള ഒരു പാരസ്പര്യം. അത് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് മഴ തുടങ്ങി. മഴ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ബറക്കത്താണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് മഴവെള്ളത്തെക്കുറിച്ച്. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക. അള്ളാഹു തആല ആകാശത്ത് നിന്ന് മുബാറക്കായ, ബറക്കത്തുള്ള, അനുഗ്രഹമുള്ള വെള്ളം ഇറക്കി തന്നു എന്നത്. വെള്ളത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. വെള്ളമില്ലെങ്കിൽ ജീവനുണ്ടോ? വെള്ളമില്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരമുണ്ടോ? വെള്ളമില്ലെങ്കിൽ ഈ ഭൂമുഖത്ത് ഏതെങ്കിലും ജീവികൾക്ക് ജീവിക്കാൻ സാധ്യമാവും? അങ്ങനെ വെള്ളവും വായുവും വെളിച്ചവും ഭക്ഷണവും
നമുക്ക് പാർപ്പിടവും ഒക്കെ അല്ലാഹു തആല നൽകിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നമ്മൾ ക്രമീകരിക്കുന്നതും നമ്മൾ ഉപയോഗിക്കുന്നതും. അതങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. പരിസ്ഥിതി എന്ന് പറയുന്നത് അതിനാണ്. പരിസ്ഥിതി അതായത് ഭൂമി, അതിലെ വസ്തുക്കൾ, വെള്ളം, മണ്ണ്, പർവ്വതങ്ങൾ, മരങ്ങൾ, വനങ്ങൾ, ഇതൊക്കെ തമ്മിലൊരു ചേർച്ചയുണ്ട്. അതങ്ങനെ നിലനിന്നില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനമുണ്ടാകുന്നത്. അതിനെക്കുറിച്ച് വലിയ വലിയ ലോക സമ്മേളനങ്ങൾ ചേരാറുണ്ട്. എന്താണ് കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണം? ഒരു വലിയ കാരണം മനുഷ്യൻ തന്നെ ഇവിടെ ചെയ്തു വെക്കുന്ന പല പ്രവർത്തനങ്ങളുമാണെന്ന്, മനുഷ്യകരം കൊണ്ടുണ്ടാകുന്ന ഫസാദുകളാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. 1973 മുതൽ ലോകത്ത് ഒരു പരിസ്ഥിതി ദിനം ആചരിച്ചു വരുന്നുണ്ട്. വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ എന്നാണ് അതിന് പറയാം. 1973 അത് ഐക്യരാഷ്ട്രസഭ UN അതിൻ്റെ ജനറൽ അസംബ്ലിയിൽ പാസാക്കിയ ഒരു പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകം മുഴുവനും എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കണം എന്നാണ്. എന്താ ഈ പരിസ്ഥിതി ദിനം ആചരിക്കുന്നതിൽ ഉള്ളത്? ജനങ്ങൾക്ക് ബോധവൽക്കരണം, ആളുകളെ മുന്നറിയിപ്പ് നൽകൽ. നാം ഈ പരിസ്ഥിതി നശിപ്പിക്കരുത്, ഈ പരിസ്ഥിതി കേടുവരുത്തരുത്, പരിസ്ഥിതിക്ക് പരിക്കേൽപ്പിക്കരുത്, പരിസ്ഥിതിയിൽ മലിനപ്പെടുത്തരുത്. ഇത് ജനങ്ങളോട് പറയാൻ. ഇത് ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോഴേ, ഇന്നിപ്പോൾ പത്രങ്ങളിലുണ്ട്, സ്കൂളുകളിലൊക്കെ പരിപാടിയുണ്ട്, പല സാംസ്കാരിക സംഘടനകളും വൃക്ഷത്തൈ നടുന്നുണ്ട്, കുട്ടികൾക്ക് ബോധവൽക്കരണമുണ്ട്, ഒക്കെയുണ്ട്. ഇതൊക്കെ നോക്കിയാൽ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ 14 നൂറ്റാണ്ട് മുമ്പ് മനുഷ്യർ ആചരിച്ചു വരേണ്ട കാര്യങ്ങൾ പറഞ്ഞതിൽ ഇത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അലം നജ്അലിൽ അർള മിഹാദ വൽ ജിബാല ഔതാദ. ഈ ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കുവാൻ സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു, അതിന് തന്നില്ലയോ എന്നാണ്. പർവ്വതങ്ങളെ ഒരു ആണിക്കല്ലാക്കി വച്ചിരിക്കുന്നു എന്നാണ്. അത് തമ്മിലുള്ള ഒരു പാരസ്പര്യമാണ്. അപ്പോൾ ഭൂമി നിങ്ങൾക്ക് ജീവിക്കുവാൻ പറ്റിയ വിധത്തിലെല്ലാം അല്ലാഹു തആല ഒരുക്കി തന്നിട്ടുണ്ട്. പർവ്വതങ്ങളെ അല്ലാഹു തആല ഇവിടെ നാട്ടിവെച്ചിട്ടുള്ളത് അത് ഭൂമിക്കുള്ള ഒരാണിക്കല്ല് പോലെയാകുന്നു എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്താണിത്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ. ഈ ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൗകര്യപൂർവ്വം ജീവിക്കുവാൻ പറ്റിയതാക്കി തന്നിരിക്കുന്നു. അല്ലാഹു തആല അലം നജ്അലിൽ അർള മിഹാദ സൂറത്ത് നബയിൽ 6-ാമത്തെ ആയത്ത്. അപ്പറഞ്ഞ മിഹാദിന് അർത്ഥം കൊടുക്കാറുള്ളത് ഒരു മടിത്തട്ട് അല്ലെങ്കിൽ ഒരു തൊട്ടിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്തോടുകൂടി സൗകര്യത്തോടുകൂടി ജീവിക്കുവാനുള്ളതാക്കി തന്നിരിക്കുന്നു എന്ന്. വസ്സമാ ബിനാ. ആകാശത്തെ ഒരു മേലാപ്പാക്കി അതും അല്ലാഹു തആല വെച്ചിരിക്കുന്നു. ആകാശം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് മുകളിലോട്ടുള്ള എല്ലാത്തിനും ആകാശമെന്ന് പറയാം. അതിൽ ഗോളങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഒരുപാട് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട്. അതൊക്കെ പടച്ചവൻ സൃഷ്ടിച്ച ഒരു ക്രമത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും വഅൻസല മിനസ് സമാഇ മാഅ. ആകാശത്ത് നിന്ന് അല്ലാഹു തആല വെള്ളം ഇറക്കി തന്നു. ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. അതുകൊണ്ട് ആ വെള്ളം കൊണ്ട് അല്ലാഹു തആല ഫലങ്ങളെ ഉണ്ടാക്കി തന്നു. ഫലങ്ങളും പഴങ്ങളും കായ്കനികളും, അതാണ് സമറാത്ത് എന്ന് പറഞ്ഞാൽ. റിസ്ഖൻ ലക്കും, നിങ്ങൾക്കുള്ള ആഹാരമായിട്ട്, റിസ്ഖായിട്ട്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്. ഇതിലും പറയുന്നത് മഴയെക്കുറിച്ച്, അതുപോലെ കായ്കനികളെക്കുറിച്ച്, ഫലവർഗങ്ങളെക്കുറിച്ച് ഒക്കെയാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ നിലനിന്നാൽ മാത്രമേ നമുക്കിവിടെ ജീവിതം സാധ്യമാവൂ എന്നാണ്. ഈ ഭൂമിയിലെ ആവാസ വ്യവസ്ഥ അത് വ്യതിയാനമില്ലാതെ സൂക്ഷിക്കണം. അതുപോലെ ഭൂമിയിലെ ജൈവ വൈവിധ്യം
അതുപോലെ തന്നെ ഈ ഭൂമിയിലുള്ള വസ്തുക്കൾ മലിനപ്പെടുത്താതിരിക്കൽ, ഇതൊക്കെ നമുക്ക് പ്രധാനപ്പെട്ട സംഗതികളാണ്. ഒഴുകുന്ന വെള്ളത്തിൽ ആണെങ്കിൽ പോലും അവിടെ നമ്മൾ അമിതമായി ആ വെള്ളം എടുക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മിതത്വം വേണമെന്ന്. അതായത് ഒരു സഹാബി വുളു എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അധികം വെള്ളം ഉപയോഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് മാ ഹാദ സർഫ്, ഈ ഒരു ദുർവ്യയം, അമിതമായി ചെലവാക്കൽ എന്താ? അപ്പൊ അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, അഫിൽ വുളൂഇ ഇസ്റാഫുൻ, വുളു എടുക്കുന്നിടത്തുമുണ്ടോ ഈ അമിതമായി ചെലവാക്കുന്ന പ്രശ്നം, വെള്ളം അധികം എടുക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വൈൻ കുൻത അലാ നഹ്റിൻ ജാരിൻ, ഒഴുകുന്ന ഒരു പുഴയുടെ അടുത്താണെങ്കിൽ പോലും അധികമായി വെള്ളം ചെലവാക്കാൻ പാടില്ല എന്ന്. അപ്പോൾ വിഭവങ്ങൾ കരുതി ഉപയോഗിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നിപ്പോൾ പല ആളുകളും ചെടി നടുന്നു. ചെടി നടുന്ന ചെടി എത്ര എണ്ണം സംരക്ഷിക്കപ്പെടുന്നു എന്ന് വേറൊരു വിഷയമാണ്. ചെടി നടണം, സംരക്ഷിക്കപ്പെടണം. മരം നടണം, അത് വളർത്തണം. ഒരു ഹദീസിലുണ്ട്, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഇല്ലാ കാന ഉക്കില മിൻഹു സദഖതൻ. ഒരാൾ ഒരു ചെടി നട്ടാൽ അതിൽ നിന്ന് തിന്നുപോയാൽ, അതിൻ്റെ കായ്കളും അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ പഴങ്ങളും ഒക്കെ തിന്നുപോയാൽ അത് സദഖയായിരിക്കും എന്നാണ്. വമാ സുരിഖ മിൻഹു സദഖതൻ, അത് നാരെ കട്ടുകൊണ്ടുപോയാൽ അതും സദഖ തന്നെയാണ്. വമാ അക്കല സബഉ മിൻഹു ഫഹുവ ലഹു സദഖ, അതിൽ നിന്ന് മൃഗങ്ങൾ എന്തെങ്കിലും തിന്നാൽ അതും അവന് സദഖയാണ്. വമാ അക്കലത്ത് തൈറു മിൻഹു ഫഹുവ ലഹു സദഖ, അതിൽ നിന്ന് പക്ഷികൾ തിന്നാൽ അതും അവന് സദഖയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു വൃക്ഷത്തൈ നട്ട് വളർന്ന് വലുതായി അതിൽ പഴങ്ങളും ഫലങ്ങളും കായ്കനികളൊക്കെ ഉണ്ടായിട്ട് ആരെങ്കിലും തിന്നുപോയാൽ പോലും അതൊരു പുണ്യകർമ്മമാണ് എന്നാണ്. അപ്പം എത്രത്തോളം പ്രേരണയുണ്ട് നമ്മൾ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നതിന്, മരം വളർത്തുന്നതിന് എന്ന് ഇതിൽ മനസ്സിലാക്കണം. നമുക്കുപകാരപ്പെടുക, നാം അതിൻ്റെ ഫലങ്ങൾ തിന്നുക എന്ന് മാത്രമല്ല, ഈ പ്രകൃതിയിൽ അതാരുപയോഗിച്ചാലും അത് പുണ്യമാണെന്ന്. അതിനേക്കാൾ വലിയ ആഴത്തിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, വലിയ ആശയം. ഇൻ ഖാമത്തി സാഅതു വ ബിയദി അഹദികും ഫസീല ഫൈൻ ഇസ്തതാഅ അല്ലാ യഖൂമ ഹത്താ യഗ്രിസ ഫല്യഫ്അൽ. ഒരു മനുഷ്യൻ, അയാളുടെ കയ്യിൽ ഒരു ചെടിയുണ്ട്, ഖിയാമത്ത് നാൾ അതാ വരുന്നു എന്ന അനുഭവം ഉണ്ടായാലും, ആകാശം പൊട്ടിപ്പിളരുന്നു, സൂര്യൻ ഉതിർന്നു വീഴുന്നു, നക്ഷത്രങ്ങൾ വഴിതെറ്റുന്നു, ഇങ്ങനെ പലതും ഉണ്ടാകുമല്ലോ. അങ്ങനെ ഖിയാമത്ത് നാൾ മുന്നിൽ കാണുന്ന സമയം ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ ഫല്യഗ്രിസന, അത് അവൻ എന്ത് ചെയ്യണം? അത് അവൻ നടണം എന്നാണ്. അതിപ്പോൾ നട്ടിട്ട് എന്താ, ഖിയാമത്ത് നാളല്ലേ വരുന്നത്? അങ്ങനെയല്ല, ഖിയാമത്ത് നാൾ വരുന്നില്ലെങ്കിലോ അത് വേറെന്തെങ്കിലും ആണെങ്കിലോ അത് ഉപകാരപ്പെടൂലേ? അപ്പം നമ്മുടെ അവസാന സമയമാണ് എന്ന് ഉറപ്പാണെങ്കിൽ പോലും ഒരു ചെടി നടാൻ കിട്ടുന്ന അവസരം മനുഷ്യൻ നടണം എന്നാണ്. ഇപ്പം മരങ്ങൾ മുറിച്ച് നശിപ്പിച്ചതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നു. വനനശീകരണം അതൊരു വലിയ പ്രശ്നമാകുന്നു. വനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സർക്കാരുകൾ വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അള്ളാഹുവിൻ്റെ കിതാബിൽ, വിശുദ്ധ ഖുർആനിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം നോക്കൂ, മലിനീകരണം വലിയ വിഷയമാണല്ലോ. വലിയ മലിനീകരണം ഉണ്ടാവുകയാണ്. വെള്ളം, അതിൽ മലിനീകരണം, വായുവിൽ മലിനീകരണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മലിനപ്പെടുത്തൽ ഒക്കെയുണ്ട്. അത് പാടില്ലാത്തതാണെന്നാണ്. ആളുകൾ വിശ്രമിക്കുന്ന മരങ്ങളുടെ തണലിൽ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല എന്ന് ഹദീസിലുണ്ട്. അതുപോലെ ജലാശയങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല, അത് ഹദീസിലുണ്ട്. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് ഹദീസിലുണ്ട്. പല ആളുകളും അവരുടെ വീട്, അവരുടെ ഷോപ്പ്, അവരുടെ പള്ളിയുടെ അകമൊക്കെ വൃത്തിയാക്കി വെക്കും. എന്നിട്ടോ ഈ വൃത്തികേടുകൾ അടിച്ചൂട്ടൊക്കെ വാരിയിട്ട് റോഡിലേക്കിടും. നമ്മളെ വീട്ടിലെ മാലിന്യം പുറത്തേക്കൊഴിക്കും. എന്നിട്ട് ആളുകൾക്ക് അതിൻ്റെ പ്രയാസം ഉണ്ടാവും. പലവിധ മാറാവ്യാധികളും അതുകൊണ്ടുണ്ടാവും. അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വളരെ നേരത്തെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോകുന്ന യോദ്ധാക്കളെ നയിക്കുന്ന നേതാക്കന്മാർക്ക് നൽകിയ ഉപദേശങ്ങളുണ്ട്. കുറേ വിഷയങ്ങളിലുണ്ട്.
ആ ഉപദേശങ്ങളിൽ ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് വലാ തഖ്തഉ ഷജറതൻ മുസ്മിറ, നിങ്ങൾ ഫലം കായ്ക്കുന്ന ഫലമുള്ള മരങ്ങൾ മുറിക്കരുത്, അത് മനുഷ്യർക്ക് ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ വലാ തദ്ബഹു അശ്ശാത്ത ഷാത്തൻ വലാ ബഖറത്തൻ വലാ ബഈറൻ ഇല്ലാ ലിമഅക്കല, നിങ്ങൾ ആടിനെയും അതുപോലെ പശുവിനെയും ഒട്ടകത്തെയും ഒക്കെ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി അല്ലാതെ നിങ്ങൾ അതിനെ അറുക്കരുത് അല്ലെങ്കിൽ കൊല്ലരുത് എന്നാണ്. അപ്പോൾ മനുഷ്യനെ രക്ഷിക്കും പോലെ മൃഗങ്ങളെയും രക്ഷിക്കണം, പരിസ്ഥിതി സംരക്ഷിക്കണം, ജലാശയങ്ങൾ സംരക്ഷിക്കണം, വൃക്ഷത്തൈകൾ നട്ട് വളർത്തണം, മരം മുറിച്ച് നശിപ്പിക്കാതിരിക്കണം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതൊക്കെ തന്നെ കൂടുതൽ ചെലവഴിച്ച് നശിപ്പിച്ചാലോ അതിൻ്റെ ദുരന്തവും നമുക്കുണ്ടാകും. ഇപ്പോൾ പല ഗവേഷകന്മാരും പറയുന്നത്, ഇപ്പോൾ 2 ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞു, ഇനി വരാൻ പോകുന്ന ലോകമഹായുദ്ധം ഒരു പക്ഷേ അത് കുടിവെള്ളത്തിന് വേണ്ടിയായിരിക്കും എന്നാണ്. വെള്ളമില്ലാതെയായാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ജലാശയങ്ങൾ മണ്ണിട്ട് തൂർത്ത് അതുപോലെ തന്നെ വെള്ളക്കെട്ടുകൾ നശിപ്പിച്ച് മനുഷ്യന് വെള്ളം കിട്ടാത്ത ഒരവസ്ഥയുണ്ടാകുമ്പോൾ പിന്നെ വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് പരിമിതപ്പെടുത്തണം. അപ്പോൾ പലർക്കും തോന്നും ഞാൻ ഒരാൾ നോക്കിയിട്ട് ഇപ്പം എന്താന്ന് അല്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ഉളു എടുക്കുന്നു ആളുകൾ, നമ്മുടെ പള്ളിയിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഉളു എടുക്കുമ്പോൾ ടാപ്പ് തുറക്കുന്നത് അതിൻ്റെ പകുതി തുറന്നാൽ അത് മതി ഉളു എടുക്കാൻ, അത്രയും വെള്ളം നമുക്ക് ലാഭിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓരോ അവയവങ്ങൾ കഴുകുമ്പോൾ ടാപ്പൊന്ന് അടച്ചിട്ടാൽ പകുതി വെള്ളം നമുക്ക് ലാഭിക്കാം. വൈദ്യുതിയും അങ്ങനെ തന്നെ നമ്മൾ വീട്ടിൽ നമ്മളത് ശീലമാക്കണം, മക്കളെയും പഠിപ്പിക്കണം. പുറത്തേക്ക് പോകുമ്പോൾ റൂമിൽ വെളിച്ചം ആവശ്യമില്ലല്ലോ, നേരം പുലരുവോളും വലിയ ചെലവ് വരുന്ന വിധത്തിൽ ബൾബ് കത്തേണ്ടതില്ലല്ലോ. അതിന് നമ്മൾ ചെലവ് കുറഞ്ഞ വിധത്തിലുള്ള ബൾബുകൾ ഉപയോഗിച്ച് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്ന ശീലമുണ്ടാകണം. അത് ബൾബായാലും അത് ഫാനായാലും അത് AC ആയാലും ഹീറ്റർ ആയാലും ഫ്രിഡ്ജായാലും വാഷിംഗ് മെഷീൻ ആയാലും എന്തായാലും അതിൽ ചെലവ് കുറയ്ക്കുന്ന മെത്തേഡ് എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ചില സമയങ്ങളിൽ വൈദ്യുതി ചാർജ് കുറവാണ്, ആ സമയം നമ്മൾ ഉപയോഗിക്കണം, അങ്ങനെ പലതുമുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് പരിസ്ഥിതി വിഷലിപ്തമാകുന്നതിൻ്റെ ഒരു വലിയ കാര്യം പറയുന്നത് പ്ലാസ്റ്റിക് വസ്തുക്കളുടെ ഉപയോഗമാണ്. നമുക്കെല്ലാവർക്കും ഒരു പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ ജീവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൂടാ. നമ്മൾ ഉപയോഗിക്കുന്ന പലതും പ്ലാസ്റ്റിക്കാണ്. പക്ഷേ നമുക്ക് ഏതൊരു വസ്തു ആ പ്ലാസ്റ്റിക് വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുമോ? സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് ബാഗിന് പകരം തുണിസഞ്ചി ഉപയോഗിക്കാൻ പറ്റുമോ? അതുപോലെ നമ്മളൊന്ന് ആലോചിച്ചാൽ നമ്മുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കുന്നുകൂടാതിരിക്കാനും പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ട് നമ്മുടെ ഭൂമി നശിക്കാതിരിക്കാനും അത് കാരണമാവും. അത് ഉപയോഗിക്കും. ഈ ഭൂമിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, ഈ ഭൂമി നിങ്ങൾ നാശമാക്കരുത്, അത് അള്ളാഹു തആല നല്ലതാക്കി വെച്ച ശേഷം നിങ്ങൾ അതിൽ ഫസാദ് ഉണ്ടാക്കരുത് എന്ന് അള്ളാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പരിസ്ഥിതിയോട് ചേർന്ന് ഭൂമിയോട് ചേർന്ന് മനുഷ്യനും മറ്റു ജീവികളും സസ്യങ്ങളും ഈ പ്രകൃതിയുമായിട്ടുള്ള പാരസ്പര്യം നിലനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. നമുക്കിതിലേറെ സന്തോഷമുള്ള കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖുർആനിലും ഹദീസിലും ഉള്ളതാണ്. ഇത് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയും പരിസ്ഥിതി സംരക്ഷണത്തിന് ബോധവൽക്കരണം നടത്തുകയും ചെയ്യണമെന്ന് ലോകാടിസ്ഥാനത്തിൽ ആഹ്വാനം വന്നത് 1973 ഒരു 50 വർഷങ്ങൾക്കപ്പുറം, മറ്റത് 1400 വർഷങ്ങൾക്കപ്പുറം. നമുക്ക് സന്തോഷിക്കാം, അൽഹംദുലില്ലാഹ്. നമ്മോട് അല്ലാഹു പറഞ്ഞ കാര്യം, നമ്മുടെ ദീനിലുള്ള കാര്യം ഇത്രയും മനുഷ്യോപകാരപ്രദമാണ്, മനുഷ്യൻ്റെ ജീവിതത്തിന് അനിവാര്യമായ സംഗതികളുമാണ് എന്ന്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം
وعلى آله وصحبه أجمعين اتقوا الله عباد الله. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അള്ളാഹു തആല അത് മനുഷ്യപ്രകൃതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ. നീ നിന്റെ മുഖത്തിനെ ഈ ദീനിൻ്റെ നേരെ തിരിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നീ ഈ ദീൻ അനുസരിച്ച് ജീവിക്കുക. ആ ദീൻ എന്നതിന് ബദലായിക്കൊണ്ട്, ആ ദീൻ എന്നതിൻ്റെ വിശേഷണമായിക്കൊണ്ട്, പകരമായിക്കൊണ്ട് അള്ളാഹു പിന്നെ പറഞ്ഞത് ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹ, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ആ പ്രകൃതി എന്നാണ്. ഇപ്പം മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ച ആ പ്രകൃതിയാണ് ഈ ദീൻ എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം. അതുകൊണ്ട് തന്നെ പ്രകൃതി മതമാണ്, പ്രകൃതിയോട് ചേർന്നതാണ്, മനുഷ്യന് ഉപകാരപ്പെടുന്നതാണ് ഈ ദീനുള്ള എല്ലാ കാര്യങ്ങളുമെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിന് യാതൊരു പോരായ്മയുമില്ല. എല്ലാം വളരെ കൃത്യവും വളരെ ഭദ്രവുമാണ്. മാ തറാഫി ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ, റഹ്മാനായ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഏറ്റക്കുറച്ചിലുമില്ല. ഇങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെ ആയിരുന്നു എന്ന് പടച്ചവൻ സൃഷ്ടിച്ച ഒരു വസ്തുവിനെക്കുറിച്ചും ആർക്കും പറയാൻ കഴിയില്ല. ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുത്തൂർ, നീ വീണ്ടും വീണ്ടും നോക്കൂ, ഈ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു വിടവ് അല്ലെങ്കിൽ ഒരു പോരായ്മയുണ്ടോ എന്ന്. ഇല്ല, എല്ലാം വളരെ കൃത്യമാണ്, വളരെ സമ്പൂർണമാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സമ്പൂർണമായ ഒരു പ്രകൃതിയിൽ, സമ്പൂർണമായ ഒരു ജീവിത വ്യവസ്ഥ എന്ന നിലയിൽ, ഒരു നിയമക്രമം എന്ന നിലയിൽ ഈ ഖുർആനും സുന്നത്തും അനുസരിച്ച് നമ്മൾ അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി. അത് നമുക്ക് ഉപകാരപ്പെടും, നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഉപകാരപ്പെടും. ഈ ലോകത്ത് ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്നവരുടെ എല്ലാ വിഷമങ്ങളും രോഗങ്ങളും അള്ളാഹുവെ ദൂരീകരിച്ച് തരണമേ. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത ആളുകളുടെ എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും പൂർത്തീകരിച്ച് തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.